ഡിഫൻസ് കൗൺസിൽ യു ക്യാൻ ക്രോസ്. ഇതിനകത്ത് ഇവര് കുറച്ച് ദിവസമായിട്ട് ഈ ആരോപണം തൃശ്ശൂർ പൂര സംബന്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം പറയണേ. എന്റെ പൊന്നണി എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. എനിക്കിതിനകത്ത് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ഒന്നുകൂടി എന്ത് ആണ് RSSും ADGPയും ചേർന്നിട്ട് ചെയ്തു എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം. ഈ ആരോപണത്തിന് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എവിഡൻസ് എന്താണ്? 16 മാസം മുമ്പ് കണ്ടു എന്നുള്ളത് മാത്രമാണോ, അതോ ആ കണ്ടതിനകത്ത് ഇത് ചർച്ച നടത്തി എന്നുള്ളതിന്റെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ 16 മാസത്തിൽ എന്തെങ്കിലും ആക്ടിവിറ്റി നീക്കിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? സാർ പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അത് ചുമ്മാ എന്റെ മകന്റെ കെട്ടിവെക്കണ്ട. അതിന്റെ ക്രെഡിറ്റ് സാർ വേറെ ആർക്കെങ്കിലും കൊടുത്തു. RSSന്റെ സർക്കാർ വാഹനം കണ്ടത് അവിടെ നിൽക്കട്ടെ. പക്ഷേ തൃശ്ശൂരിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നു. പറയുമ്പോ എല്ലാം പറയണമല്ലോ. അവിടെ സുരക്ഷാ ചുമതലയുള്ള ഈ പൂരം കൈകാര്യം ചെയ്ത് പരിചയമുള്ള തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന പോലീസുകാരുണ്ട്. അവർക്കൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയാം. പക്ഷേ തീർത്തും പ്രായോഗികമല്ലാത്ത ചില സുരക്ഷാ നിർദ്ദേശങ്ങൾ വരുന്നു. ആ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ADGP ആണ്. ഒന്നാമത്തെ പ്രശ്നം വിവരക്കേട് വിളിച്ചു പറയാം. അങ്ങനെ ആ നിർദ്ദേശങ്ങൾ അവിടെ നടപ്പാക്കപ്പെടുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ അല്ല, ഞാൻ അതിനകത്ത് വരാം. അഭിലാഷേ, എന്ത് റെസ്ട്രിക്ഷൻ ആണ് പോലീസ് വെച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? അവിടെ ഞാൻ അങ്ങയുടെ അറിവിനെ പരിശോധിക്കുന്നതല്ല, ഞാനൊരു ചർച്ചയുടെ ഭാഗമായിട്ട് അങ്ങയോട് ചോദിക്കുന്നതാണ്. എന്തിനാണ് പോലീസ് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നതെന്ന് അങ്ങ് പാറമേക്കാവ് ദേവസ്വത്തോടോ തിരുവമ്പാടി ദേവസ്വത്തോടോ ഇതുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരോടോ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ദേവസ്വം തൃശ്ശൂർ പൂരം കൊടിയേറുന്നതിന്റെ തലേ ദിവസം കേട്ടോ 50 മീറ്റർ ദൂരെ മാത്രം ആനയിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ആൾക്കാര് നിൽക്കാൻ പാടുള്ളൂ, ഇൻക്ലൂഡിങ് മേളക്കാര് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 50 മീറ്റർ എന്നുള്ളത് വീണ്ടും കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് 10 മീറ്റർ 8 മീറ്റർ 6 മീറ്റർ ആക്കിയിട്ടാണ് വരുന്നത്. ഈ പൂരം ഉച്ചയ്ക്ക് ശേഷമോ വൈകുന്നേരമോ രാത്രിയിലോ അല്ല ഈ പ്രശ്നം തുടങ്ങുന്നത്. രാവിലെ മുതൽ ഈ പ്രശ്നം തുടങ്ങുകയാണ്. അത് ശരിയാ. പോലീസ് വരുന്നു, ഇത് മാർക്ക് ചെയ്യുന്നു, ഇതിനപ്പുറത്തേക്ക് ആള് പോകാൻ പാടില്ല. ആ ഹൈക്കോടതി ഓർഡർ അഭിലാഷ് ഒന്ന് നോക്കി നോക്കണം. അതായത് ഹൈക്കോടതി അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആനയുടെ 6 മീറ്ററിന്റെ അടുത്തേക്ക് ആൾക്കാർ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ദേവസ്വത്തിന്റെ പാറമേക്കാവ് ദേവസ്വം തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം പോലീസ് ഓഫീസേഴ്സും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഗതി ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. ഇതിന്റെ പേരിലാണ് ഇവിടെ ഈ പറയുന്ന ഇഷ്യൂസ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നീ വിചാരിക്കും പോലെ അത്ര നിസാരമല്ല കാര്യങ്ങള്. ഇനി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. ഈ മാസത്തിൽ ആദ്യത്തെ ആഴ്ചയാണ്, ഞാൻ കൃത്യമായിട്ട് ഡേറ്റ് ഓർക്കുന്നില്ല, എന്റെ മൊബൈലിലുണ്ട്, വേണമെങ്കിൽ ഞാൻ അങ്ങേക്ക് തരാം. പ്രസ് റിലീസ് ഒരെണ്ണം പാറമേക്കാവും തിരുവമ്പാടിയും കൂടെ സംയുക്തമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അവർ പറയുന്നുണ്ട്, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് തൃശ്ശൂർ പൂരം അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ രണ്ടുപേരുടെയും സംയുക്ത സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടന്നല്ലോ. ഈ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് 200ഓളം ക്ഷേത്രങ്ങളാണ് വനംവകുപ്പിന്റെ ഫോറസ്റ്റിന്റെ GP ആയിട്ടുള്ള നാഗരാജൻ എതിരായിട്ട് മുഖ്യമന്ത്രിക്ക് പോയി പരാതി കൊടുത്തിരിക്കുന്നത്. അതായത് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ അട്ടിമറിക്കുവാൻ പറ്റുന്ന തരത്തിലേക്ക് ആന എഴുന്നള്ളത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന കോടതി വിധികൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് കാലങ്ങളായിട്ട് ഈ പരാതി ഉണ്ടെന്നേ. തൃശ്ശൂർ പൂരം അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് കുറെ കാലങ്ങളായി ശ്രമം നടക്കുന്നു എന്നുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതാൾക്കാരോട് നിങ്ങൾ പോയി ചോദിച്ചാലും പറഞ്ഞു തരും. പോലീസിന്റെ ഭാഗത്ത് ഈ തവണ മാത്രമല്ല പ്രശ്നം ഉണ്ടാകുന്ന. അദ്ദേഹം ഈ ചർച്ചയിൽ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നതിൽ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ വ്യക്തമായിട്ട് മറ്റൊരു ഇടത്ത് ചർച്ചയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഈ പറയുന്ന അങ്കിത് അഘോഷ്, അശോകൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കഴിഞ്ഞ വർഷവും ഇതുപോലെ പൂരം സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. ഇത്തവണ അത് കുറച്ച് കൂടിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്രയും കാലം ആ വിഷയം ചർച്ച ചെയ്യണ്ടായിരുന്നു. വെടിപോലെ വന്നപ്പോ നിങ്ങൾ അതിനകത്ത് ബ്ലഡ് സ്മെല്ല് അതിലൊരു ക്ലാരിറ്റി വേണം. അപ്പോ എന്റെ ചോദ്യം ഇതാണ് പറയുന്നത്, കോടതി ഉത്തരവനുസരിച്ച് അവിടെ പോലീസിനെ സംബന്ധിച്ച് നിർബന്ധപൂർവ്വം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് അവർ ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് താങ്കൾ ആദ്യ ഭാഗത്തിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയില്ലല്ലോ. രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് കുറെ വർഷങ്ങളായി അങ്കിത് അശോകൻ മുമ്പ് ഇത് ചെയ്തു, പോലീസിന്റെ ഭാഗത്ത് കാലമായി പ്രശ്നമുണ്ടെന്ന്. ഇതെങ്ങനെയാണ് ഇത് പൊരുത്തപ്പെടുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ലേ? മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. കാരണം ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഇതിനെ പൊളിക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് പണിയെടുക്കുന്നുണ്ട്.
ആ പണിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്തു നിന്ന് അതിന്റെ ഇന്റൻസിറ്റി കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. അവർ ഇത്തവണ വളരെ കൃത്യമായിട്ട് ഒരു ടൂള് തൃശൂർ പൂരം കൊടിയേറുന്നതിന്റെ തലേ ദിവസം ഉണ്ടാക്കി കൊണ്ടുവന്നു പോലീസിനോട് അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ചുകൂടി സംയമനത്തോടു കൂടി അവർ കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയമായിരുന്നു. പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം അവർ കുറെ കാലങ്ങളായിട്ട് എന്താണ് ചെയ്തുകൊണ്ട് വരുന്നതെന്ന്. ഇത് മാത്രമാണോ? ഈ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്താണ്? എക്സിബിഷൻ ആണ്. ആ എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ വാടക 45 ലക്ഷത്തിൽ നിന്ന് 2 കോടിയിലേക്കാണ് ഒരു സുപ്രഭാതത്തിലേക്ക് എടുത്ത് മാറ്റിക്കൊടുത്തത്. അവർക്ക് പൂരം നടത്താൻ സാധിക്കുമോ? ഘടകപൂരങ്ങളെ മുഴുവൻ ഫണ്ട് ചെയ്യേണ്ടതും അവർക്ക് ഈ വേണ്ടുന്ന ആന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കൊടുക്കേണ്ടതും ഈ 2 ദിവസങ്ങളാണ്. അവരെവിടെ നിന്നെടുത്തിട്ട് കൊടുക്കും? അവര് പാപ്പരായി പോകുന്ന സാഹചര്യം ഇല്ലേ? അപ്പൊ ഇത് കാലങ്ങളായിട്ട് തൃശ്ശൂർ പൂരത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇവിടെ നടക്കുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ ഭാഗം. നിങ്ങൾ ഇത്രയും കാലവും അത് കണ്ടില്ല. നിങ്ങൾക്ക് ഇത് RSS അട്ടിമറിച്ചു എന്ന് ഒരു ഉണ്ടയില്ല വേണ്ടി ആരോപണം കിട്ടിയപ്പോ നിങ്ങൾ എല്ലാവരും കൂടി ചർച്ചാടി ഇറങ്ങി. ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? നിങ്ങൾക്ക് ഇത്രയും കാലം ഇല്ലാത്ത സ്നേഹം തൃശ്ശൂർ പൂരത്തിനോട് വന്നു. ഇത്രയും കാലം അതിന്റെ വിഷയം നിങ്ങൾക്ക് ആർക്കും ചർച്ച ചെയ്യണ്ടായിരുന്നു. ഇതാണ് യാഥാർത്ഥ്യം. ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. അതാണ് RSSന്റെ അല്ലെങ്കിൽ BJPയുടെ വെർഷൻ. ഒരു ഇടവേള അത്യാവശ്യമാണ്. വരട്ടെ മൻമോഹൻ സാറേ.